ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SRTC വിറ്റേഴ്സ് അക്കാദമി. നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് +1 മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ്. കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് മനസ്സിലാക്കാൻ, ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഫങ്ഷൻസിനെ കുറിച്ച് പഠിച്ചിരുന്നു. അതിനകത്ത് ബാലൻസ് ഒരു 2 ഫങ്ഷൻസും കൂടി പറയാനുണ്ടായിരുന്നു. ഒന്ന് സിഗ്നം ഫങ്ഷനും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫങ്ഷനും. സിഗ്നം ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, മനസ്സിലാക്കാൻ ഈസിയാണ്. ഒന്നുമില്ല, മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോഡുലസ് 2 എന്ന് പറഞ്ഞാൽ ഉത്തരം 2, മോഡുലസ് -2 എന്ന് പറഞ്ഞാൽ ഉത്തരവും 2. എന്താ ഇതിനെന്താ മനസ്സിലാവുക? മോഡുലസ് എന്ന് പറഞ്ഞാൽ കേവല വില. ഇതിനകത്ത് വരുന്ന വില എന്ത് തന്നെയായാലും, അത് നെഗറ്റീവ് സംഖ്യ ആയാലും ശരി, പോസിറ്റീവ് സംഖ്യ ആയാലും ശരി, ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. വളരെ ഈസിയാണ്. അപ്പൊ ഞാൻ മോഡുലസ് -x എന്ന് പറഞ്ഞാൽ ഉത്തരം x ആണ്. മോഡുലസ് എക്സ് എന്ന് പറഞ്ഞാലും ഉത്തരം എന്താണ്? എക്സ് ആണ്. ക്ലിയർ? ഇനി മറ്റൊരു കാര്യം, 4 എന്ന സംഖ്യയെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, -4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -1. അപ്പോ മുകളിൽ ഒരു സംഖ്യ, താഴെ ഒരു സംഖ്യ, അത് ഏത് തന്നെയായാലും ഡിവൈഡ് ചെയ്യുമ്പോൾ ഉത്തരം 1 ആണ്. മുകളിലെ സംഖ്യ നെഗറ്റീവും താഴെയുള്ള സംഖ്യ പോസിറ്റീവും ആയാൽ ഉത്തരം എന്താണ്? -1 ആണ്. കിട്ടി. അപ്പോ സിഗ്നം ഫംഗ്ഷനിൽ പറയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് പറയാണ് ഒരു ഫോർമുല എഴുതിയ ഇങ്ങനെയാണ് ഫോർമുല. f(x) = മോഡുലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് where x not equal to 0. എക്സ് പൂജ്യമല്ലാത്ത എല്ലാ സാഹചര്യങ്ങളിലും f(x) അതായത് y എന്ന് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോഡുലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, എക്സ് 0 അല്ലാത്തൊരു സന്ദർഭമാണ് x = 1. അപ്പോ ഇങ്ങനെ എടുക്കുമ്പോൾ എന്താണ്? 1 മോഡുലസ് ഡിവൈഡ് ബൈ 1, ഉത്തരം 1. എക്സ് 0 അല്ലാത്ത മറ്റൊരു സാഹചര്യമാണ് 2. അപ്പൊ നമ്മൾ എഴുതും 2 ഡിവൈഡഡ് ബൈ 2 = 2. ഇത് മറ്റൊരു സാഹചര്യം -2. അപ്പോഴോ -2 മോഡുലസ് ഡിവൈഡ് ബൈ 2 = what? -2 മോഡുലസ് ഡിവൈഡ് ബൈ 2, ഉത്തരം എന്ത് വരും? again 2/2 1. പക്ഷേ x -2 ആയതുകൊണ്ട് താഴെയും എന്താക്കണം? -2 ആക്കണം. അപ്പൊ ഇത് ഉത്തരം എങ്ങനെ വരും? -2 മോഡുലസ് ഡിവൈഡഡ് ബൈ -2 = -2ന്റെ മോഡുലസ് 2 ആണ്. ബട്ട് താഴെയുള്ള -2 തന്നെയാണ്. അപ്പൊ താഴെ ഒരു സംഖ്യ നെഗറ്റീവ് വന്നാൽ അത് മുകളിലേക്ക് എടുക്കണം. സോ -2/2 = -1. അപ്പോ നിങ്ങൾ ഏത് സംഖ്യ എടുത്താലും ഒന്നില്ലെങ്കിൽ ഉത്തരം -1 ആയിരിക്കും, അല്ലെങ്കിൽ ഉത്തരം എന്താണ്? 1 ആയിരിക്കും. കിട്ടിയോ? പോസിറ്റീവ് സംഖ്യകളാണ് നിങ്ങൾ ഉത്തരവായിട്ട് ചോദ്യമായിട്ട് എടുക്കണമെങ്കിൽ, എക്സിന്റെ വില പോസിറ്റീവ് സംഖ്യകളാണെങ്കിൽ ഉത്തരം പോസിറ്റീവും, എക്സിന്റെ വില മൈനസ് സംഖ്യകളാണെങ്കിൽ ഉത്തരം മൈനസും ആയിരിക്കും. അപ്പൊ ഒന്നില്ലെങ്കിൽ +1 അല്ലെങ്കിൽ -1. ഈ ഒരു കേസിൽ എക്സ് 0 അല്ല എങ്കിൽ. അടുത്തത് എക്സ് 0 ആണെങ്കിലോ? എക്സ് 0 ആണെങ്കിൽ ഉത്തരം 0. ഇതാണ് നമ്മളുടെ മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സോറി സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ആദ്യം നമുക്ക് എക്സിന്റെ വില 0, വൈയുടെ വില എന്താണ്? 0. അപ്പൊ ഇങ്ങനെ ഘടിപ്പിച്ചു കൊടുക്കുക, 0,0. കിട്ടിയോ? എക്സിന്റെ വില പോസിറ്റീവ് സംഖ്യയാണെങ്കിൽ വൈയുടെ വില എന്തായിരിക്കും? പോസിറ്റീവ് സംഖ്യ തന്നെയായിരിക്കും. വൈ എന്ന് പറഞ്ഞാൽ ഇത് f(x), ദിസ് ഈസ് x. ഓക്കെ, സപ്പോസ് 1 ആണെങ്കിൽ വൈയുടെ വില എന്താണ്? 1. x = 1, വൈയുടെ വില എന്താണ്? 1, 1, 1. x = 2, വൈയുടെ വില എന്താണ്? എന്തായിരിക്കും? 2 ആയിരിക്കും വരാം. ആണോ? 2 ആണോ വരാം? x = 2, വൈയുടെ വില 2 ആണോ വരാം? അല്ല, x = 2/2 again 1. അപ്പോ ഇവിടെ നിങ്ങൾ എന്ത് വില കൊടുത്താലും വൈയുടെ വില ഈ ഒന്നിന്റെ അപ്പുറം പോവില്ല. ദിസ് ഈസ് 1 and this is -1. വൈയുടെ വില ഒന്നിന്റെ അപ്പുറത്തേക്ക് പോവില്ല, മുകളിലേക്ക് കയറില്ല. കാരണം എന്ത് വില കൊടുത്താലും വൈയുടെ വില 1 ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഇവിടെ കാണിക്കാൻ പറ്റില്ല, കാരണം x 0 ആണെങ്കിൽ ഇവിടെ കാണിക്കുക. ഇങ്ങനെ കാണിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇങ്ങനെയാണ്. 2 ആണെങ്കിൽ 2, 1 ഉണ്ടോ? എക്സിന്റെ വില 5 ആണ് വിചാരിക്കും, വൈയുടെ വില എപ്പോഴും എന്താണ്? 5, 1.
ഓക്കെ. സിമിലർലി ഇവിടെ നമ്മളൊരു ഡോട്ട് ഇടും, കാരണം 0 അല്ല ബാക്കി ഇങ്ങോട്ടുള്ള എല്ലാ വാല്യൂസും. ഇപ്പോൾ എക്സിന്റെ വില -1 ആണെങ്കിൽ വൈയുടെ വില -1,1. എക്സിന്റെ വില -5 ആണെങ്കിൽ വൈയുടെ വില -5,1. കണ്ടോ, ഗ്രാഫൊക്കെ വരയ്ക്കാൻ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് പോവാം. ഇതാണ് സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. അത്രേ ഉള്ളൂ സിഗ്നം ഫംഗ്ഷൻ. ബാക്കിയുള്ള മറ്റ് ഫംഗ്ഷൻസ് ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമുക്കത് കഴിഞ്ഞു. ഇനി ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ സംഖ്യാലയം നമ്മൾ എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് 0. ഇത് കഴിഞ്ഞ് വരുന്നതൊക്കെ പോസിറ്റീവ് സംഖ്യകളാണ്. 1, 2, 3 കണ്ടോ. ഇപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ -1, -2, -3. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും വാല്യൂ കൂടി കൂടി വരികയാണ്. മനസ്സിലായി, വാല്യൂ കൂടി കൂടി വരികയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, 1.5 എവിടെയാ വരാം? ഇവിടെയാണ് വരാം 1.5. 1നും 2നും എടുക്കുക. ദിസ് ഈസ് 1.5. എന്റെ ചോദ്യം -1.5 എവിടെ വരാം? -1.5 ഇപ്പുറത്താണ് വരാം, ഇവിടെയാണ്. എന്റെ ചോദ്യം ഇതിനകത്ത് ഏതാണ് വലുത്? സ്വാഭാവികമായിട്ട് പോസിറ്റീവ് സംഖ്യയാണ് വലുത്. ഓക്കെ, ഇതിനകത്ത് -1.5 ഉണ്ട്, ഇവിടെ 1.5 ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് 1.5 തന്നു കരുതി. ഓക്കെ, 1.5 തന്നു. നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഏതാണ് എന്നാണ് നിങ്ങളോട് ചോദ്യം. നിങ്ങളുടെ ചോദ്യം എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം 1 ആണ്. കാരണം 1.5 തൊട്ട് മുന്നേ ഉള്ള ഏറ്റവും വലിയ സംഖ്യ, പൂർണ്ണസംഖ്യ, അത് 1 ആണ്. അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായി 1.5നേക്കാളും ചെറുതായിട്ടുള്ള സംഖ്യ അതേതാണ്? 1 ആണ്. 1.4 ആണെങ്കിലും 1.4നേക്കാളും ചെറിയായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു സംഖ്യ ഏതാണെന്ന് വെച്ചാൽ 1 ആണ്. അപ്പൊ ലെസ് ദാൻ നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചോദ്യം ഇതാണ്, -1.5 ഞാൻ എഴുതിയാൽ അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഏതാണ്? -1 ആണോ? അല്ല. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. -1.5 ഇവിടെയല്ലേ കിടക്കുന്നത്. ഇതിനേക്കാളും ചെറുത് -2 ആണ്. നിങ്ങൾ -1 എഴുതിയാൽ ഇതിനേക്കാളും വലുതായി, അങ്ങനെ എഴുതാൻ പാടില്ല. ഇതിനേക്കാളും ചെറുത് അത് -2 ആണ്. ഇപ്പൊ -2.3 അതായത് ഇവിടെ വരും -2.3. ഇതിനേക്കാളും ചെറുത് -3 ആണ്. എന്റെ ഉത്തരം എന്താണ്? -3 ആണ്. കിട്ടിയോ? മനസ്സിലായോ? 0.5 ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ 0 ആണ്. 3.5 ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ 3 ആണ്. അത് വളരെ എളുപ്പമാണ്. ആ പോയിന്റ് കഴിഞ്ഞിട്ട് അതിന് മുന്നുള്ള സംഖ്യ എടുത്താൽ പോസിറ്റീവ് സംഖ്യകൾ എളുപ്പമാണ്. ബട്ട് നെഗറ്റീവ് സംഖ്യകൾ വരുമ്പോൾ കുട്ടികൾ തെറ്റിക്കും. നെഗറ്റീവ് സംഖ്യകൾ വരുമ്പോൾ -2.3 ചോദിച്ചു കഴിഞ്ഞാൽ -2നേക്കാളും ചെറുതാരാണ്? -3 ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് -3 ആണ്. സോ ദിസ് ഇസ് നോൺ ആസ് ദി ഗ്രേറ്റസ്റ്റ് ഇൻഡിജർ ഫംഗ്ഷൻ. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ ഒക്കെയാണ് ഫംഗ്ഷൻസ് തമ്മിൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ f(x) = x² and g(x), another function, is = 3x + 1. ഇതിനെ നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ f + g(x) എന്നാണ് പറയുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം എന്ന് പറയുന്നത് x² + 3x + 1 കഴിഞ്ഞു. രണ്ട് ഫംഗ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. അടുത്തത് f - g(x) എന്ന് പറയുന്നത് നമ്മൾ കുറയ്ക്കണം എന്നുള്ളതാണ്. x² - 3x + 1 ഇങ്ങനെ കണ്ടോ. x² മൈനസ് രണ്ടാമത്തെ ഫംഗ്ഷൻ that is equal to x², മൈനസ് അകത്തേക്ക് എടുക്കുമ്പോൾ -3x, ഈ മൈനസ് അകത്തേക്ക് -1. ഓക്കെ, അടുത്തത് നമ്മൾ ഗുണിക്കാം എന്നുള്ളതാണ്. fg(x) എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഗുണിക്കുക എന്ന് പറയുമ്പോൾ എന്താ? x² × 3x + 1. So x² × 3x, 3x³ + x² × 1, x². കണ്ടോ, അങ്ങനെ ഗുണിക്കാനും ഹരിക്കാനും പറ്റും. f/g(x) എന്ന് പറയുമ്പോൾ മുകളിൽ ആരെ വരാം? x², താഴെ ആരെ വരാം? 3x + 1. സോ ഇങ്ങനെ ഫംഗ്ഷൻസുകൾ തമ്മിൽ നമുക്ക് കൂട്ടുവാനും കുറയ്ക്കുവാനും ഗുണിക്കുവാനും
ഹരിക്കുവാനും കഴിയും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പ്ലസ് 2 പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് എക്സസൈസ് ആയ 2.3 ചെയ്യാം. 2.3 ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫംഗ്ഷൻസ് എടുത്തപ്പോൾ ചെയ്തതാണ്. എന്താണ് ഒരു ഫംഗ്ഷൻ എന്ന് കണ്ടുപിടിക്കാനുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ ആയിട്ടൊരു പ്രോബ്ലം ആദ്യം ചെയ്യാം. അതിനുശേഷം കുറച്ചും കൂടി എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഒരു ഫംഗ്ഷനാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എക്സസൈസിലാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 2 മൈനസ് 3x. എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ, എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 മൈനസ് 3x ആണ്. എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്. എക്സ് എന്ന് പറയുന്നത് 0-നേക്കാളും വലുതാണ്. അപ്പോ നമ്മുടെ ചോദ്യം വാട്ട് ഈസ് ദ ഡൊമൈൻ? അതുപോലെ നമ്മുടെ എക്സ് ബിലോങ്സ് ടു ആർ, അപ്പോൾ ഡൊമൈൻ ആർ. വാട്ട് ഈസ് ദ റേഞ്ച്? റേഞ്ച് എന്താണ്, ഡൊമൈൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോസ് ഒക്കെ കാണുക, അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. സോ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എഫ് ഓഫ് എക്സിന് പകരം വൈ എന്ന് എഴുതാം. y is equal to 2 minus 3x. y is equal to 2 minus 3x. Then ഇതിനകത്ത് നിന്നുകൊണ്ട് എക്സിന്റെ വില കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഈ മൈനസ് 3x അപ്പുറത്തേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പൊ 3x is equal to y അപ്പുറത്തേക്ക് പോകുമ്പോൾ 2 minus y. ഓക്കെ, then what is x? x is equal to 2 minus y divided by 3. ഓക്കെ, എക്സിന്റെ വില എന്ന് പറയുന്നത് 2 മൈനസ് വൈ ഡിവൈഡ് ബൈ 3. ക്ലിയർ ആണല്ലോ? അപ്പോൾ എക്സ് സിക്കൽ ടു എക്സിന്റെ ടേംസിലേക്ക് മാറ്റാം. എക്സ് സിക്കൽ ടു 2 മൈനസ് വൈ ബൈ 3. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ. സോ ദാറ്റ് മീൻസ് ഇതാണല്ലോ നമ്മുടെ എക്സ്. ഞാൻ പറയണേ എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് എന്താണ്? ഇതാണ്. That means 2 minus y by 3 greater than 0. Okay. So 3 ഇങ്ങോട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 3 into 0 again 0. So 2 minus y greater than 0. എന്ന് പറയുമ്പോൾ 2 എടുക്കുക, മൈനസ് y അപ്പുറം പോവുക, 2 greater than y. So y greater than 2. മനസ്സിലായോ? y greater than 2. ഇങ്ങനെയാണ് എഴുതിക്കണം. ഈ തിരിച്ചെഴുതി കഴിഞ്ഞാൽ y less than 2. കണ്ടോ? വൈയുടെ സ്ഥലത്തേക്ക് വരുന്നത് എന്താണ്? ഈ ഒരു മൂലയാണ്. അതങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്താ? വൈയുടെ വില എന്ന് പറയുന്നത് 2-നേക്കാളും ചെറുത്, അല്ലെങ്കിൽ 2 ആവും. മനസ്സിലായോ? നിങ്ങൾ എക്സിന് 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ വൈയുടെ വില 2 വരും. സോ വൈയുടെ വില എന്ന് പറയുന്നത് 2 2 ചെറുതോ ആയിരിക്കും. 2 ചെറുതെന്ന് പറഞ്ഞാൽ കണ്ടമാനുണ്ട്. 1 ഉണ്ട്, 0 ഉണ്ട്, -1 ഉണ്ട്, അങ്ങനെ താഴേക്ക് ഒത്തിരി ഉണ്ട്. അപ്പോൾ നമുക്ക് വൈയുടെ വില എന്ന് പറയുന്നത് 2 ഓപ്പൺ ഇന്റർവെൽ കോമ -∞. അപ്പൊ 2 താഴെയോ പിന്നെ എന്താണ്, അല്ലെങ്കിൽ -∞ ആവാം വൈയുടെ എന്ത് വില. സോ ദിസ് ഈസ് ദ റേഞ്ച്. കിട്ടിയോ? അപ്പൊ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ y എന്ന് പറഞ്ഞ് എഴുതാം. ദെൻ നമ്മൾ എന്താണ് അതിന് എക്സ് കണ്ടുപിടിക്കുക. അപ്പൊ -3x ആലപ്പുറത്തേക്ക് എടുത്തു, 3x is equal to 2 minus y. Then x ഇവിടെ നിർത്തി 3 താഴേക്ക് എടുത്തു. This is our x. Then x ന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ x greater than 0. That means x greater than 0 എന്ന് പറഞ്ഞാൽ x എന്ന് പറഞ്ഞാൽ ഇതാണ് 2 minus y by 3. 2 minus y by 3 greater than 0. Then 3 കൊണ്ട് ഗുണിച്ചു. So 2 minus y is equal to greater than 0. Then ഞാൻ എന്താണ് y അപ്പുറത്തേക്ക് എടുത്തു, പോസിറ്റീവ് y, 2 greater than y. കണ്ടോ? അത് തിരിച്ചെഴുതുമ്പോൾ y less than 2. അപ്പോൾ വൈയുടെ വില 2-നേക്കാൾ ചെറുത്. അപ്പോൾ 2 വരെ മാക്സിമം പറ്റുള്ളൂ, പിന്നെ 2-നേക്കാൾ ചെറുതേക്കാം. അപ്പോൾ 2 ഓപ്പൺ ഇന്റർവെൽ കോമ -∞. ദിസ് ഈസ് ദ റേഞ്ച്. ഇനി അതിൽ തന്നെയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് f of x is equal to x square
plus 2, x is a real number എന്നാ പറഞ്ഞേക്കാം. x is a real number. So x square plus 2 എന്ന് പറയുമ്പോൾ y is equal to എന്താണ് x square plus 2 എന്നിടാം. then x square കാണണം. so x square അവിടെ നിർത്തുക, y യുടെ സ്ഥലത്തേക്ക് പ്ലസ് 2 ഉണ്ട്. സോ y minus 2. ഓക്കെ, x square എന്താണ് y minus 2 ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് x എന്തായിരിക്കും, x is equal to root of എന്താണ് y minus 2. ശരിയല്ലേ? ഒരു ഇതിന്റെ എക്സിന്റെ സ്ക്വയർ ഇതാണെങ്കിൽ എക്സ് ഇതിന്റെ റൂട്ട് ആയിരിക്കും. ഈ റൂട്ടിനകത്ത് ഒരു കാരണവശാലും എന്ത് വരില്ല, നെഗറ്റീവ് വരില്ല. സോ ദാറ്റ് മീൻസ് y മൈനസ് 2 ഈക്വൽ ടു 0. ഇത് y മൈനസ് 2 എന്താണ്, ഒന്നിലേക്ക് 0 ആയിരിക്കണം, അല്ലെങ്കിൽ 0-നേക്കാളും വലുതായിരിക്കണം. ഒന്നിലേക്ക് 0 അല്ലെങ്കിൽ 0-നേക്കാളും വലുതായിരിക്കണം y മൈനസ് 2 എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് y ഈസ് ഈക്വൽ ടു മൈനസ് 2 അപ്പുറം പോയി കഴിഞ്ഞാൽ ഈക്വൽ ടു വേണ്ട, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. വൈയുടെ വില എന്ന് പറഞ്ഞാൽ 2 2-ൽ കൂടുതലോ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ വൈയുടെ വില 2 ആയിരിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് 2-ൽ കൂടുതലുള്ള എന്ത് വിലയും വരാം. അപ്പോൾ 2 ഉറപ്പിച്ചു. സോ നമ്മൾ ക്ലോസ് ബ്രാക്കറ്റ് ഇടാം. ദിസ് ഈസ് ദ റേഞ്ച്. ഓക്കെ, ക്ലിയർ? ഒന്നുകൂടി പറയാം. എഫ് ഓഫ് സ്ക്വയർ പ്ലസ് 2, അപ്പോൾ y സമയ സ്ക്വയർ പ്ലസ് 2 എന്ന് എഴുതാം. എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക, പ്ലസ് 2 പ്രതികെടുക്കുക. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു y മൈനസ് 2. എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് y മൈനസ് 2. അപ്പോൾ റൂട്ട് 2 വരുമ്പോൾ y മൈനസ് 2 0 ആയാലേ എന്താണ് നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ y മൈനസ് 2 ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദെൻ y മൈനസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ മൈനസ് 2 അപ്പുറത്തേക്ക് പോസിറ്റീവ് ആവും. സോ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. വൈയുടെ വില എന്ന് പറഞ്ഞാൽ 2 അല്ലെങ്കിൽ 2-നേക്കാൾ വലുത്. സോ ദിസ് ഇസ് ദ റേഞ്ച്. ക്ലിയർ? ഓക്കെ, ഇനി അതിനകത്ത് തന്നെ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 5ാമത്തെ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അത് വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഇസ് എ റിയൽ നമ്പർ. എക്സ് റിയൽ നമ്പർ ആണ്, റേഞ്ച് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എക്സിന് എന്ത് വില കൊടുത്താലും അത് തന്നെ ഉത്തരം കിട്ടണം. അപ്പോൾ റേഞ്ചും റിയൽ നമ്പറാണ്. അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ എക്സസൈസിലെ 2ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടി പെട്ടെന്ന് കേൾക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. പക്ഷേ ഇപ്പം ഇനി ഡിഫിക്കൽട്ട് ആയിട്ട് വരാൻ സാധ്യത കുറവാണ്. കാരണം ഇപ്പം നമ്മൾ എങ്ങനെയാണെന്ന് പഠിച്ചു, മെത്തേഡ് പഠിച്ചു. അപ്പോൾ നോക്കാം. 2ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അതിനകത്ത് 1ാമത്തെ ക്വസ്റ്റ്യൻ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് മോഡുലസ് എക്സ്. ഇതിന്റെ ഡൊമൈനും റേഞ്ചും നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്, എല്ലാ റിയൽ നമ്പർ, ഏത് നമ്പർ കൂടെ കൊടുക്കാം. സോ ഡൊമൈൻ റേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് നമ്പർ കൊടുത്താലും പുറത്തൊരു നെഗറ്റീവ് കൊടുക്കണോണ്ട് എന്ത് സംഭവിക്കും, നിങ്ങളിവിടെ 1 കൊടുത്തു, ഉത്തരം -1. -1 കൊടുത്തു, അപ്പൊ ഈ -1 ആദ്യം 1 ആവും, ദെൻ പുറത്തുള്ള നെഗറ്റീവ്, അപ്പൊ നോൺ നെഗറ്റീവ് എന്താണ്, സോറി നോൺ നെഗറ്റീവ് അല്ല, നോൺ പോസിറ്റീവ്. നെഗറ്റീവ് നമ്പേഴ്സ്, നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. ഓക്കെ, എല്ലാം എന്തായിരിക്കും, നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് ഇതിന്റെ റേഞ്ച് ആയിട്ട് വരും. ഓക്കെ, ഒന്നിനും നോൺ പോസിറ്റീവ് എഴുതണം, അല്ലെങ്കിൽ നെഗറ്റീവ് എഴുതണം കേട്ടോ. നെഗറ്റീവ് എഴുതിയാൽ അത് നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞു, അത് അത്രേ ഉള്ളൂ. 2ാമത്തെയാണ് നമുക്കൊന്ന് ഇതേപോലെ തന്നെ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, 2ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 മൈനസ് എന്താണ് എക്സ് സ്ക്വയർ. ഇതിന്റെ ഡൊമൈനും റേഞ്ചും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഇപ്പോൾ നോക്കാം. ദിസ് ഇസ് y is equal to root of എന്താണ് 9 മൈനസ് എക്സ് സ്ക്വയർ അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു 9 മൈനസ് എക്സ് സ്ക്വയർ എന്തായിരിക്കണം, റൂട്ടിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എഴുതാം നമുക്ക് 9 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ് മീൻസ് 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി തിരിച്ചെഴുതി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അപ്പൊ ഏത് സംഖ്യയുടെ സ്ക്വയർ എടുക്കുമ്പോഴാണ് 9 കിട്ടുന്നത്. നമുക്കറിയാം -3യുടെ സ്ക്വയർ 9 ആണ്, 3യുടെ സ്ക്വയർ എന്താണ് 9 ആണ്. സോ ദിസ് ഈസ് ദി എന്താണ് ഡൊമൈൻ അതാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ എക്സിന്റെ വില കണ്ടുപിടിച്ചു. അതിനകത്ത് എക്സിന്റെ വില മാക്സിമം എന്തൊക്കെ വരാം? -3 വരാം, അല്ലെങ്കിൽ എന്താണ് 3 വരാം. -3 വന്നാൽ 3 സ്ക്വയർ എന്താണ് 9, പിന്നെന്താണ് 3 വന്നാൽ 3 സ്ക്വയർ എന്താണ് 9. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് എന്താണ് ഡൊമൈൻ. ഇനി വാട്ട് അബൌട്ട് റേഞ്ച്? റേഞ്ച് നമ്മൾ എങ്ങനെ വരും എന്നതാണ് നോക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫോർ എക്സാമ്പിൾ 9 - x സ്ക്വയറിൽ ഞാൻ 9 - എന്താണ് -3 സ്ക്വയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 9 - എന്താണ് 9 വരും, ദാറ്റ് ഇസ് 0, √0 0. ഇനി ഞാൻ അതായത് നെഗറ്റീവ് കൊടുത്തു, 3 പോസിറ്റീവ് കൊടുത്തു. എന്ത് കൊടുത്താലും മാക്സിമം എന്ത് വരുള്ളൂ? മാക്സിമം എന്ത് വരുള്ളൂ? 0 വരുള്ളൂ, അല്ലേ? 0 ആണ് വരാം. ഇനി വേറൊരു വാല്യൂ കൊടുക്കുന്നതായിരിക്കും. സപ്പോസ് 9 - 1 സ്ക്വയർ കൊടുത്തു. അപ്പോൾ എന്ത് വരാം? √9 - 1 ഇറ്റ്സ് √8. കേട്ടോ? അപ്പോ എക്സിന്റെ വില എന്ന് പറയുന്നത് -3 പരമാവധി, അത് കൊടുത്തപ്പോൾ 0. -3 ഏറ്റവും പരമാവധി കൊടുക്കുമ്പോൾ 0 കിട്ടും. ഇനി മാക്സിമം 3 എന്ന് പറയുന്നത് 3 കൊടുക്കുമ്പോൾ നമുക്ക് അപ്പോഴും എന്താണ് 0 ആണ് കിട്ടുക. ഇനി 3 താഴെയുള്ള സംഖ്യ കൊടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. ഒരു കാരണവശാലും നമുക്ക് എന്ത് കിട്ടില്ല? നെഗറ്റീവ് വാല്യൂ ഇവിടെ കിട്ടില്ല. കാരണം ഇവിടെ വരുന്ന സംഖ്യ ഒരു കാരണവശാലും 9നേക്കാളും വലുതാവില്ല. ഇവിടെ ഞാൻ കൊടുക്കുന്ന പരമാവധി കൊടുക്കുന്നത് ഒന്നിലും -3 അല്ലെങ്കിൽ എന്താണ് 3. അപ്പോൾ ഇതിന്റെ ഉത്തരം, വൈയുടെ ഉത്തരം യാതൊരു കാരണവശാലും നെഗറ്റീവ് ആവില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0-ലാവാം ടു എന്താണ് മാക്സിമം വാല്യൂ 3. ഓക്കെ, 0 മുതൽ 3 വരെ, അതിൻ്റെ അപ്പുറത്തേക്ക് റേഞ്ച് വരില്ല. അതായത് നെഗറ്റീവ് വാല്യൂസിനകത്ത് വരില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് എന്താണ് ആ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ്. ഇനിയുള്ളത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് 3ാം ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ f is defined by f of x is equal to 2x - 1. എന്റെ ചോദ്യം ഇതാണ്, f of 0 കണ്ടുപിടിക്കുക. ഇതൊക്കെ വളരെ ഈസിയാണ്. f of 0 കാണാൻ ചോദിക്കുമ്പോൾ എക്സിന് 0 കൊടുക്കുക. 2 × 0 - 5, 0 - 5 = -5. അത് കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ f of 7 കാണാം. f of 7 വളരെ ഈസിയാണ്. 7 കൊടുക്കുക. 2 × 7 - 5, that is 14 - 5. 14 4 പോയി കഴിഞ്ഞാൽ 10, ഒരെണ്ണം പോയി കഴിഞ്ഞാൽ 9. Then 3 f of -3 is equal to 2 × -3 - 5 is equal to -6 - 5. രണ്ടുപേരും മൈനസ് ആയി കൂട്ടണം, -11. ഓക്കെ, അത് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഈ ഒരു എക്സസൈസിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ. The function T which maps temperature in degrees Celsius into temperature in degree Fahrenheit is defined by TZ is equal to 9c/5 plus 32. ഇത് നമ്മൾ ടെമ്പറേച്ചറിനെ എന്താ ഫാരൻഹീറ്റ് ആക്കി മാറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇതിനകത്ത് നമ്മളോട് ഈ ഒരു ഇക്വേഷൻ തന്നിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് T0? T0 ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും 0 കൊടുക്കാം. T0, സിയുടെ വില 0. 9 × 0/5 plus 32. 0 വെച്ച് എന്ത് ചെയ്താലും 0. So 0/0. So it's equal to 32. അപ്പൊ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 32 ഫാരൻഹീറ്റ് ആണ്. ഇനി രണ്ടാമത് 28, T28 എന്ന് പറയുമ്പോൾ 9 × 28/5 പ്ലസ് എന്താണ് 32. അപ്പൊ അത് നിങ്ങൾ കാൽക്കുലേറ്റർ നിങ്ങളിൽ ഉണ്ടാവും. കാൽക്കുലേറ്റർ വെച്ച് എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് 252/5 plus 32 is equal to 412/5. 10ാം ക്ലാസ്സിലെ പോലെ നിങ്ങൾ എഴുതി കൂട്ടണ്ട, കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ചെയ്യാം. +1 CBSE-കാരാണെങ്കിൽ എഴുതി കൂട്ടണം. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, T of -10 ഇതെങ്ങനെ കാണും? 9 × -10/5 plus 32. സോ 9 × -10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരാം? -90/5.
നമുക്ക് വേണമെങ്കിൽ ഇത് വെട്ടിക്കളഞ്ഞ് 2 ആക്കാം. 9 into -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് -18 ആവും, +32. സോ 32 നിങ്ങൾ എന്താണ് 18 കുറയ്ക്കുക, യു വിൽ ഗെറ്റ് 40. ഓക്കെ. ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറെൻ്റ് ആണ്. അതായത് സി കണ്ടുപിടിക്കണം, വാല്യൂ ഓഫ് സി നോക്കാം. അതായത് ഇതിന്റെ ഉത്തരം എന്താ? ടി ഓഫ് സി ഇസ് ഈക്വൽ ടു 212. ദെൻ വാട്ട് ഈസ് സി? സി കണ്ടുപിടിക്കണം. കിട്ടിയോ? ഇതിന് ഉത്തരം 200. അപ്പൊ 212 സമയം ഇത് 9c/5 + 32. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ നമുക്ക് 32 പുറത്തേക്ക് എടുക്കാം. 212 - 32 = 9c/5. അത് ചെയ്യാം. 212 - 32. 2 - 2 0. 7 10 8 7 8 3 11 61 180. So 180 is equal to 9c/5. 180 നമുക്ക് 18 into 10 ആക്കാം. is equal to 9c/5. ഓക്കെ. അപ്പൊ ഞാൻ ഈ 5നെ ഞാൻ എന്താണ് ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്, ഈ 18നെ ഞാൻ എന്താണ് താഴേക്ക് എടുക്കുകയാണ്. സോ ദിസ് ബിക്കം 10 into 5. ഈ 5നെ ഇപ്പുറത്തേക്ക് എടുക്കുക. 10 into 5 is equal to 9c/18. സോ ഞാനിവിടെ 18നെ 9 വെട്ടിക്കുമ്പോൾ ദിസ് ഇസ് 1 time 2 time. ഓക്കെ. ദെൻ ഈ 2 ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുകയാണ്. സോ ദിസ് ബിക്കം 2 into 10 into 5 is equal to c. So what is 5 into 2 is equal to 10. 10 into 10 100. Okay. So that's all about relations and functions. അപ്പോൾ ആ ചാപ്റ്റർ തീർന്നു. അതിനകത്തെ എക്സസൈസ് 2.3 എക്സസൈസിൽ 5 ക്വസ്റ്റ്യൻസും അതിനകത്ത് ബന്ധപ്പെട്ട കാര്യങ്ങളും 2 ഫംഗ്ഷൻസും നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. 9747977418. ഇപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രി 3rd ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രിഗ്നോമെട്രിക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിൽ എക്സസൈസ് നമ്മൾ സോൾവ് ചെയ്തു തരും. സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ മനസ്സിലാവുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. സോ നിങ്ങൾക്കത് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ. സോ താങ്ക് യു വെരി മച്ച്.